ചിരി കൊണ്ട് പല സ്ഥലങ്ങളിലും കയറി പറ്റിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവണമല്ലോ. പല സിനിമകളിലും അതിൻ്റെ ക്ലാസിക് ടച്ച് എന്ന് പറയുന്നത് സലീമിൻ്റെ ചിരിയാണ്. അല്ല, ഒരു കാലത്ത് നമ്മൾ ദ്രോഹിച്ചിരുന്നത് എന്തായിരുന്നാലും ശരി, നമ്മളറിയാതെ അതിന് നമ്മൾ നിരപരാധിയാണെങ്കിൽ ആ ദ്രോഹിച്ച് തന്നെ. അങ്ങനെ ഈ മിമിക്രിക്കും സിനിമയ്ക്കും സ്റ്റേജ് ഷോയ്ക്കെല്ലാം വേണ്ടിയിട്ട് ചിരിച്ച് അവസാനം ഈ ചിരിയിൽ കലർപ്പ് കലർത്തിയോ, മായോ ആയോ? ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ചിരിയല്ല അത്. അല്ല. സലീമിൻ്റെ ഭാര്യ പലരോടും പറഞ്ഞെന്ന് കേട്ടു, ഇയാളുടെ ചിരി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആക്കിയതാണോ, സ്വീപ്പാക്കിയതാണോ, മക്കാറാക്കിയതാണോ, അതായത് കൊലച്ചിരിയാണോ, പറയാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇന്നേ വരെ എന്നെ മനസ്സിലായിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിജയരഹസ്യം. കാരണം ഒരു ഭർത്താവിനെ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. അതാണ് എന്ന് പിടികൊടുക്കണം, അന്ന് തീർന്നു. സിനിമയുടെ ലോകത്തേക്ക് സലീം വരുന്നു. ഒരുപക്ഷെ കലാഭവൻ മണി ആരാണ് പ്രവചിച്ചിരുന്നത്, എടാ സലീമേ നീ വരും സിനിമയിലേക്ക്? പക്ഷെ അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു അല്ലേ, സിനിമയിലേക്ക് പറഞ്ഞിരുന്നു. മണി എൻ്റെ കല്യാണത്തിന് വന്നപ്പോഴാണ്. ഇനി അടുത്തത് കല്യാണത്തിന് വന്നപ്പോൾ നല്ല സൂപ്പർ സ്റ്റാറിനെ പോലെ നല്ല സുന്ദരനായിട്ടായിരുന്നു. എന്തായാലും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഇല്ല, മണി അന്ന് തിളങ്ങി വെട്ടി തിളങ്ങിയിരിക്കണാണ്. അപ്പം ഞങ്ങൾ കലാഭവനിൽ ഒരുമിച്ച് പ്രോഗ്രാം നടത്തുന്നതാണ്. അപ്പോൾ വന്നപ്പോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ, നമ്മുടെ സഹപ്രവർത്തകരുടെ. മണി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞതാണ് ഇങ്ങനെ. ഇപ്പം ഞാൻ വന്നു, ഇനി അടുത്തത് സലീമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അത് അതിന് സന്തോഷം തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരണം എന്നുള്ള ഒരുപക്ഷെ ആ സിനിമയുടെ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പരിപ്രേക്ഷ്യമുണ്ട്. അതായത് മിമിക്രിയിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിലേക്ക് കയറി ഇങ്ങനെ രക്ഷപ്പെട്ടു. അത് പക്ഷേ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പേര് മിമിക്രിയിലേക്ക് വരാൻ തുടങ്ങി. അവിടെയാണ് കുഴപ്പങ്ങൾ പറ്റിയത്. മിമിക്രി തകർത്ത് കളഞ്ഞു. തകർത്തു എന്ന് പറയാൻ ഞാൻ ആളല്ല, മായം ചേർത്തു. എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമുണ്ട്, മൊത്തം കുഴപ്പമുണ്ടായിട്ടുണ്ട്. മിമിക്രിയിൽ കുഴപ്പമുണ്ട്. ഇപ്പം മിമിക്രി ഇല്ലല്ലോ. പിന്നെന്താ ഉള്ളത്? TV ഷോയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് 2.5 മണിക്കൂർ മിമിക്രി ഇല്ല. ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, മിമിക്രി, 2-3 സ്കിറ്റ്, ഇത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഫുൾ ടൈം പ്രോഗ്രാം എന്ന് വെച്ചിട്ടുള്ള സംഭവമേ നിന്നു. ഒരു ഫുൾ ടൈം ഷോ ആയിട്ട് മിമിക്രി നടത്താൻ പറ്റുന്ന ഒരു ശേഷി ഇപ്പം ഇല്ല ആർക്കാക്ക്. അതാണ്. അല്ലാണ്ട് ആളുകൾ നല്ലത് കണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ഭയപ്പാട് അങ്ങനെ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു. അല്ല, ടെലിവിഷൻ ഷോ ഒരു പക്ഷേ മിമിക്രി എന്നുള്ള കലയെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, വേറെ സംഭവമുണ്ട്. ഇത് ഇപ്പം ഞങ്ങളും ചെയ്യുമ്പോഴും ടെലിവിഷൻ ഷോക്ക് ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ ഒത്തിരി സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റിയ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് ഒരിക്കലും TV-യിൽ അവതരിപ്പിക്കില്ല. അത് സ്റ്റേജിൽ കൂടി കണ്ടാൽ മതി. അപ്പോൾ ആർക്കും കയറി നിരങ്ങാവുന്ന ഒരു മേഖല. ഇപ്പം അതല്ല, ഒരുത്തൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പരിപാടി യാതൊരു ഇതില്ലാതെ മറ്റവൻ കൊണ്ട് TV കൊണ്ട് കാണിക്കുന്നു. ഒരു മര്യാദയില്ലാതെ. അപ്പോൾ ഒരു കലാരൂപമാണ് അതിനകത്ത് നിന്ന് നശിച്ചു പോയത്. ഒരു കലാരൂപത്തിൻ്റെ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. എന്തായാലും മിമിക്രിയാണ് നമുക്ക് അന്നം തന്നുള്ളതുകൊണ്ട് അതിനോട് ബഹുമാനമുണ്ട്. തീർച്ചയായിട്ടും അതിനോട് മാത്രം. നേരത്തെ ഒരു കാര്യം ചോദിച്ചല്ലോ, ഈ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ, അത് പല ആൾക്കാരും അത് ആ പശ്ചാത്തലം ഒന്ന് വേണ്ടാന്ന് വെക്കുകയാണ്. ബയോഗ്രഫി എഴുതുകയാണെങ്കിൽ ആ ഭാഗം കട്ടികളയും. എന്താ അഭിപ്രായം? അത് ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്. അതൊക്കെ ഒരു മര്യാദക്കാരനായല്ലോ ഇപ്പോൾ സലീം പെട്ടെന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ എന്നെ ആക്കിയത്, ഞാനൊരു മെയ് മാസം 31-ാം തീയതി എറണാകുളം ഫൈനാൻസ് കാർഡിൽ വെച്ച് ഞാൻ നിലവിളിച്ചു പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത്. ആർക്കും മനസ്സിലായില്ല എന്താണെന്ന് ഞാൻ കരയണത്. അപ്പോൾ എല്ലാവരും വന്ന് എന്നെ ആശ്വസിപ്പിച്ച്, വേറെ എന്തോ പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഞാൻ പറയാനും പോയില്ല. ഞാൻ പറഞ്ഞു, നാളെ തുടങ്ങി എൻ്റെ ഒരു ചേട്ടൻ മരിച്ചു, പിന്നെ ഞാനും ഉണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരി, ഈ സഹോദരിയുടെ മകൻ, ഞങ്ങൾ 4. ഇനി ആഗസ്റ്റ് മാസം ഓണം. മെയ് കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഈ 3 മാസം കൊണ്ട് 250 രൂപ എൻ്റെ കയ്യിലുള്ളൂ. എങ്ങനെ ജീവിക്കും? അതോർത്താണ് ഞാൻ കരഞ്ഞു പോയത്. പക്ഷേ അത് പിന്നീടത് അപ്പോഴാണ് ഈ ടെലിവിഷൻ ഷോ വന്നത്.
പക്ഷേ ടെലിവിഷനിലായിരുന്നെങ്കിൽ സലീം കുമാർ ദാരിദ്ര്യം കൊണ്ട് ചത്തുപോയായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല.